നമുക്ക് അപേക്ഷിക്കാനേ സാധിക്കൂ, ഉത്തരവ് നൽകാൻ സാധിക്കില്ല. മകളുടെ അമ്മയാണ്, നമുക്കിത് മാത്രമേ സാധിക്കൂ. അവിടുന്ന് എന്താണ് ചെയ്യുന്നത് മഹാറാണി? അവിടുത്തെ അപേക്ഷ എനിക്ക് ഉത്തരവ് പോലെയാണ്. നാം തീരുമാനമെടുത്തിരുന്നതാണ്, യുദ്ധത്തിൽ ജലാലിന്റെ ശിരസ് ഛേദിച്ചതിനു ശേഷം മാത്രമേ നാം ജ്യോതിയെ വിവാഹം കഴിക്കൂവെന്ന്. എന്നാൽ ഒരമ്മ മകനോടെന്ന പോലൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. അവിടുന്ന് നമ്മോട് പറഞ്ഞത് നാം സ്വീകരിക്കുന്നു. എത്രയും വേഗം അങ്ങയുടെ അച്ഛനോടും അമ്മയോടും നമ്മുടെ ആശംസകൾ അറിയിച്ചേക്കും. ഇവിടെ അമീറിൽ അനുജത്തിയുടെ വിവാഹ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് ജ്യേഷ്ഠൻ സ്വന്തം കുടുംബത്തെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. സ്വന്തം വാളുകൾ ഉപയോഗിക്കുക, എന്നിട്ട് എല്ലാ ശക്തിയും പ്രയോഗിക്കുക. എപ്പോൾ സൈന്യം നിസ്സഹായരായി നിൽക്കുന്നുവോ അപ്പോൾ രാജാവിന്റെ വിജയവും അസംഭവ്യമായിരിക്കും. അഥവാ നിങ്ങളുടെ എല്ലാം വാൾ എന്നെ തൊട്ടാൽ അപ്പോൾ ഞാൻ ഉറപ്പാക്കും നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന്, നിങ്ങൾക്ക് അമീറിനെ ആക്രമിക്കാൻ സാധിക്കുമെന്ന്. സുജാമൽ അങ്ങുന്നേ, അങ്ങൊരു ബുദ്ധി സാമർഥ്യമുള്ള യോദ്ധാവാണ്. അങ്ങയോട് ജയിക്കുന്നത് പോയിട്ട് എന്നെ സംബന്ധിച്ച് അങ്ങേ തൊടുന്നത് പോലും അസാധ്യമാണ്. ഓരോ യോദ്ധാവിലും മുഴുവൻ സൈന്യത്തെയും നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോ യോദ്ധാവും ശക്തരായിരിക്കണമെന്നാണ്. അങ്ങേ പോലെ വാൾ വീശാൻ സാധിക്കണം സുജാമൽ അങ്ങുന്നേ. പിന്നെ അമീറിനെ വിജയിക്കുക എന്നത് അങ്ങയുടെ അധികാരമാണ് സുജാമൽ അങ്ങുന്നേ. സത്യമാണ് അങ്ങ് പറഞ്ഞത്. അമീർ നമ്മുടെ അധികാരമാണ്. നാം ഏത് വിധേനയും അത് സ്വന്തമാക്കിയിരിക്കും. അങ്ങേക്ക് പ്രണാമം. വളരെ ഗൗരവമുള്ള ഒരു വിവരം ലഭിച്ചു. എന്തുപറ്റി? ഞാൻ കുറച്ചകലെ മുഗളന്മാരുടെ സൈനികരെ കണ്ടു. അയാളെ പിന്തുടർന്നപ്പോൾ മനസ്സിലായത് മുഗളന്മാരുടെ സേനാപതി ഷറഫുദ്ദീൻ ആക്രമണത്തിനായി ഒരുങ്ങി നിൽക്കുകയാണെന്ന്. മുഗളന്മാർ എപ്പോ വേണമെങ്കിലും ആക്രമിക്കാം. ഷറഫുദ്ദീൻ? അതെ അങ്ങുന്നേ, മുഗൾ സൈന്യത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപൻ ഷറഫുദ്ദീൻ. അയാൾ ഇതുവരെ ഒരു യുദ്ധവും പരാജയപ്പെട്ടിട്ടില്ല. ഷഹൻഷാ ജലാലിന്റെ വലം കൈ എന്നാണ് അറിയപ്പെടുന്നത്. എത്ര സൈനികരുണ്ടാവും? ഏറ്റവും കുറഞ്ഞത് 12,000. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്രയും വേഗം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണം. ഈ വിവാഹം എങ്ങനെയാവണമെന്നോ എല്ലാ രജപുത്രരും ഓർക്കുന്ന തരത്തിൽ ജോധയുടെ വിവാഹം ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്ന വിധത്തിലാകണം. കൊട്ടാരം മുഴുവൻ പ്രകാശപൂരിതമാക്കൂ. സ്വർണ്ണപ്പണിക്കാരനോട് പറയണം ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ മറ്റാരും കണ്ടിട്ടില്ലാത്തതാവണമെന്ന്. മഹാമന്ത്രിയോട് പറയൂ എല്ലാ രജപുത്ര രാജാക്കന്മാരെയും വിവാഹത്തിന് ക്ഷണിക്കണമെന്ന്. ആരെയും വിട്ടുപോകാൻ പാടില്ല. മേനാവതി വലിയ സന്തോഷത്തിലാണല്ലേ? സ്വാഭാവികമല്ലേ അമ്മേ. ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട നിമിഷം. എല്ലാ തയ്യാറെടുപ്പുകളും ഭംഗിയായി നടക്കുന്നെന്ന് ഉറപ്പുവരുത്തുകയാണ്. ജ്യോതിയെ സന്തോഷത്തോടെ യാത്രയാക്കണം. ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ഈ കൊട്ടാരവും ഈ തെരുവുകളുമെല്ലാം ശരിക്കും ഒരു സ്ത്രീയുടെ ഹൃദയം പോലെയാണെന്ന്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലായില്ല. ആ 2 സന്ദേശങ്ങളും നീയല്ലേ അയച്ചത് മേനാവതി? ഇതിൽ ആരുടെ പേരുകളാണോ എഴുതിയിരിക്കുന്നത് അവർക്ക് തന്നെ ലഭിക്കണം. ശ്രദ്ധിക്കണം. പോകൂ. നീ ആഗ്രഹിക്കുന്നത് യുദ്ധത്തിന് മുമ്പായി ജോധയുടെയും സൂര്യഭാന്റെയും വിവാഹം നടക്കണം എന്നല്ലേ? നീ എന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. പിന്നെ അതറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ എനിക്ക് സന്തോഷമാണ് മേനാവതി. എല്ലാരും പറയാറുണ്ട് കൊട്ടാരത്തിലെ റാണിമാർ കഥകൾ മെനയാറുണ്ട്, പെൺമക്കളെ വളർത്തി വലുതാക്കുന്നു, ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ വീശിക്കൊടുക്കുന്നു എന്നൊക്കെ. പക്ഷെ മേനാവതി, നീ ചെയ്യുന്നത് കാണുമ്പോ
എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. എനിക്കത് വളരെ നല്ലതായി തോന്നി. റാണിമാർക്കിടയിൽ എത്ര യുദ്ധങ്ങൾ നടന്നാലും എന്തൊക്കെ അവസാനിച്ചാലും ഒരു ഭാഗത്ത് മേനാവതി സാമം ദാനം ദണ്ഡം എന്നീ വഴികളിലൂടെ സ്വന്തം മകളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മറുവശത്ത് മഹാമംഗ ആ ചിന്തയെ തെറ്റായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു. ശരിയായി നടക്കാൻ പോലും കഴിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുറത്തു പോകുന്നതാണ് നല്ലത്. എന്തിനാ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? എല്ലാവരും ശ്രദ്ധിക്കൂ, മഹാമംഗ ഇവിടേക്ക് വരികയാണ്. വന്ദനം. ആരാണിത്? നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിനക്ക് ഇതുപോലും അറിയില്ലേ നിനക്ക് ഇവിടേക്ക് കടന്നു വരാൻ പാടില്ലെന്ന്? ഇത് നിന്നെപ്പോലുള്ള കാഫിറുകൾക്കുള്ളതല്ല. പിന്നെന്തിന് നീ വന്നു? ഞാനിവിടെ വൃത്തിയാക്കാൻ വേണ്ടി വന്നതാ. അപ്പോ എന്റെ കാളിയമ്മയുടെ മാല ഇവിടെ എവിടെയോ വീണുപോയി. തെളിയിക്കൂ നിന്റെ ദൈവത്തിന്റെ ശക്തി. വിളിക്ക് നിന്റെ ദൈവത്തെ നിന്നെ സഹായിക്കാനായി. എന്തുപറ്റി? ധൈര്യമില്ലാതായോ? തിളയ്ക്കുന്ന വെള്ളം കണ്ടപ്പോൾ നിന്റെ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു പോയോ? നിനക്കെപ്പോഴും നിന്റെ സ്വാർത്ഥത നിന്റെ സ്വന്തം ദൈവത്തെക്കാൾ വലുതാണ്. മഹാമംഗ വിജയിക്കട്ടെ. മഹാമംഗേ, ഞാനങ്ങേ ഇവിടുത്തെ മുക്കിലും മൂലയിലും ഒക്കെ അന്വേഷിച്ച് തളർന്നു. എനിക്കങ്ങയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. അതിതല്ലേ ഭൈറാം ഖാൻ സഹീറിനെ തടവിലാക്കിയെന്ന്? അവിടുന്നുണ്ടല്ലോ, ആർക്കും ഒരു പുതിയ വാർത്ത അറിയിച്ചു എന്ന് സന്തോഷിക്കാൻ അവസരമേ തരില്ല. എല്ലാം ആദ്യം തന്നെ അവിടുന്ന് അറിയും. എന്താ നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലെന്നുണ്ടോ എപ്പോൾ എന്ത് ആരോട് സംസാരിക്കണമെന്ന്? അല്ല, അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, ഈ സഹീർ അയാളാണ്, അയാളുടെ കണ്ണുകളാണ് ഭൈരം ഖാൻ ചോർന്നെടുത്തത്. പിന്നെ അഥവാ ഈ പ്രാവശ്യം അവിടുന്ന് അയാളെ വെറുതെ വിട്ടാൽ തന്നെ ഷെഹൻഷായ്ക്ക് അവിടത്തോട് ദേഷ്യം തോന്നിയേക്കാം. അപ്പോൾ നാം നിന്നിൽ നിന്നും പഠിക്കണമല്ലേ കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന്? അയ്യോ, അങ്ങനെ പറഞ്ഞതല്ല. എനിക്കെങ്ങനെ അവിടുത്തെ പഠിപ്പിക്കാൻ സാധിക്കുക? അവിടത്തേക്ക് അറിയാത്തതായിട്ട് ഈ ലോകത്ത് എന്താ ഉള്ളത്? ദേ കണ്ടില്ലേ, ഞാൻ വായ അടപ്പിച്ചപ്പോൾ തന്നെ അവിടുന്ന് ഇവിടെ നിന്നും പോയി കളഞ്ഞു. അമ്മ
നാഥൻ നെഞ്ചിന്നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തിപ്പിറന്നവനാണ് വേണ്ട, ഈ മരുന്ന് പുരട്ടിക്കോളൂ, എല്ലാം ശരിയാകും. എല്ലാം ശരിയായി വരും. ഇവിടെയെല്ലാം മാറി മറിയുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ കാളിയമ്മ ഇതെല്ലാം കാണുന്നുണ്ടെന്ന്. അമ്മയുടെ കൃപ കൊണ്ട് ഒരു ദിവസം അതെല്ലാം സംഭവിക്കും. എല്ലാ ആചാരങ്ങളും ഒരുപോലെയാകും. ആരതി ഒഴിയാനുള്ള സ്വാതന്ത്ര്യവും നിസ്കാരത്തോടൊപ്പം ഉണ്ടാവും. എവിടെയായിരുന്നു നീ? നാം എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. ഒരു ഷഹൻഷായ നാം നിന്നെ കാത്തിരിക്കണമെന്നാണോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം അങ്ങേക്ക് പറയാനുള്ളത് ആമറിനെ കുറിച്ചാണെന്ന്. എന്റെ ദൈവമേ, വീണ്ടും അതേ പാതുകങ്ങൾ, അതും എന്റെ കിടപ്പറയിൽ. ആരോ പറഞ്ഞത് ശരി തന്നെയാണ്. ബാദ്ഷാ എത്ര വളർന്നാലും ഒരിക്കലും മാറാൻ പോകുന്നില്ല. കുട്ടിക്കാലം മുതൽ നിനക്കെന്നെ അറിയാവുന്നതല്ലേ. പഴയ ശീലങ്ങൾ അത്ര പെട്ടെന്നൊന്നും മാറുകയില്ല. അങ്ങേക്കും അറിയാവുന്നതാണ് എനിക്ക് അങ്ങയുടെ ഈ ശീലങ്ങൾ തീരെ ഇഷ്ടമല്ലാന്ന്. സമാധാനമായി ഉറങ്ങുന്നിടത്ത് എങ്ങനെയാണ് പാതുകങ്ങൾ സൂക്ഷിക്കുക? അഴിച്ചെടുക്കോ അത്? അപ്പോൾ എന്റെ കാത്തിരിപ്പിനേക്കാൾ വലുതാണ് അവിടത്തെ ഇഷ്ടാനിഷ്ടങ്ങൾ. ഒരിക്കലുമല്ല. അങ്ങയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് വിലയേറിയതാണ്. എനിക്കിതിൽ വിഷമമുണ്ട്. ഞാൻ കാരണം അങ്ങേക്ക് കാത്തിരിക്കേണ്ടി വന്നതിൽ. അങ്ങ് എത്രമാത്രം അസ്വസ്ഥനാണോ അതുപോലെ ഞാനും അസ്വസ്ഥയാണ്. അങ്ങ് ഷെഹൻഷായും ഞാൻ ബീഹവുമാണ്. എപ്രകാരം അങ്ങ് രാജ്യം ഭരിക്കുന്നുവോ അതുപോലെ എനിക്കും ചില കർത്തവ്യങ്ങളുണ്ട്. എനിക്ക് ഓരോ നിമിഷവും മറ്റു റാണിമാരുമായി പോരാടേണ്ടി വരുന്നുണ്ട്. ഞാൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബീഗമായതുകൊണ്ട്. എന്തുപറ്റി? എന്തിനാ ചിരിക്കുന്നത്? ഒന്ന് സ്വയം നോക്കിയാലും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഇപ്പോ ഇത്രയും വലുതായിരിക്കും. വളരെ മോശമാങ്ങ്. പിന്നെ ഷെഹൻഷാ അല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും പറയാനും സാധിക്കില്ല. പക്ഷെ നമുക്ക് നിന്നോട് പറയാമല്ലോ. എന്താ? അങ്ങേക്ക് മാത്രമാണ് എന്നെ എന്റെ കുട്ടിക്കാലത്ത് പേര് വിളിക്കാൻ സാധിക്കുന്നത്. നീ മാത്രമല്ലേ എന്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത്, എന്റെ റുഖയ്യ. ഇനി ഒന്ന് മതിയാക്കൂ. എന്നിട്ട് ദൈവത്തെ ഓർത്ത് ആ പാതകങ്ങൾ താഴെ വെക്കൂ. നിനക്കത് അത്ര നിർബന്ധമാണോ? അതെ. ഇതാ നോക്ക്, ഇപ്പൊ മതിയായോ? അങ്ങക്ക് ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല. വേണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി ചെയ്യുന്നത് കണ്ടില്ലേ? ശരി, ഞാൻ തന്നെ മാറ്റിയേക്കാം. വേണ്ട, ഞാൻ ചെയ്തോളാം. ആരാ അവിടെ? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഷെഹൻഷായുടെയും റുഖിയയുടെയും കിടപ്പറയിലേക്ക് വരാൻ? എന്തു പറ്റി റുഖയ്യ? ഒന്നുമില്ല. ഉറപ്പായും ഏതെങ്കിലും ദാസിയായിരിക്കും.
അങ്ങനെ എന്താണ് സംഭവിച്ചത്? ഈ രാത്രിയിൽ അവിടെ നിന്ന് ഇവിടെ വരാൻ മാത്രം? ഷെഹൻഷായെ സന്ദർശിക്കാൻ വേണ്ടി എനിക്ക് സമയം നോക്കി വരേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ അദ്ദേഹം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ബീഗത്തിനോടൊപ്പമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ ബീഗമായി എനിക്ക് മാത്രമാണ് അവകാശം. എന്ത് കാര്യമാണെങ്കിലും അവിടുന്ന് നാളെ രാവിലെ പറഞ്ഞോളൂ. ഷെഹൻഷാ ഈ സമയം വിശ്രമിക്കുകയാണ്. പക്ഷേ അവിടുന്ന് കാര്യഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. ഖുദാ ഹാഫിസ്. ഹുദ ഹാഫിസ്. എന്താ അവിടുന്ന് ഷെഹൻഷായോട് ബൈരാം ഖാൻ സഹീറിനെ തടവിലാക്കിയ കാര്യം പറഞ്ഞോ? എനിക്ക് സാധിച്ചില്ല. അയ്യോ, അത് പറയാതിരുന്നത് എന്താ? ഷെഹൻഷായുടെ ബീഗം എന്നെ അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചില്ല. ഈ മോതിരം നിനക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നില്ലേ? അവിടുന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാറേയില്ല. ഇതിനായി അവിടുത്തോട് നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. അയ്യോ അള്ള, വിഷം. അത് സഹീറിനുള്ളതാ. സഹീറിനോ? സഹീറിന് ഈ വിഷം നീയാണ് നൽകുക. ഞാനോ? എന്നാൽ ആ കുറ്റം ആരോപിക്കപ്പെടുക ബൈറാം ഖാനിലായിരിക്കും. പിന്നെ ഷെഹൻഷാ ഇത് അറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അതിന്റെ ഉത്തരവാദിത്വം ബീഗം റുക്കയ്യ ഇപ്പൊ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കണ്ടോളൂ ഈ വിഷം എങ്ങനെയാണ് ഒരേ സമയം 3 പേരെ ബാധിക്കുന്നതെന്ന്. സഹീർ, ബൈറാം ഖാൻ, പിന്നെ ബീഗം റുക്കയ്യ. നീ കണ്ടോളൂ. നാളത്തെ പുലരി ഒരു പുതിയ ഭാവത്തോടെയായിരിക്കും ഉണരുന്നത്. എന്താ ചിന്തിക്കുന്നത്? ഇതാണ്, അതായത് ഷെഹൻഷാ ഇക്കാര്യം അറിയാനിടയായാൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സഹീർ ഈ ലോകത്തിലില്ലെന്നറിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. സുബ്ഹാനല്ലാഹ്, വളരെ നല്ലത്. ഇപ്പോൾ ഇതിലെ തിരകൾ നാം കൃത്യമായ സ്ഥലത്തെത്തിക്കും.